പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലർ സൺസ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന സഹകരണമാണ് നമ്മുടെ മീറ്റിംഗിന്റെ വിജയം. ഒട്ടും സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ദാസൻ വിൽസൺ ഉണ്ടലായൻ അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരെയും ഞാൻ പ്രത്യേകം പേര് പറയുന്നത് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തു. താൻ പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഒരു നാളും നിങ്ങളെ കൈവിടില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വിലെടുത്തവനെ വിലെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. വന്നിപ്പാൻ അസാധ്യമേയത് വന്നിപ്പാൻ അസാധ്യമേയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. മറയ്ക്കും പോലെ കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിയിടും
ദയയാൽ ദയയാൽ നിത്യദയയാൽ. താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ച് എന്നെ നടത്തുന്നതാ. സൂര്യൻ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എന്റെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എന്റെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ. നിത്യടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. ഹല്ലേലൂയ. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അത്രമാത്രം ദൈവം നമ്മളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ഈ പാപപങ്കുലമായ ഈ തിരമാലയിൽ നാം ഓടുമ്പോൾ, തിരമാലയുള്ള ഈ സാഗരത്തിൽ നാം ഓടുമ്പോൾ നമ്മുടെ കരങ്ങളെ പിടിച്ച് നടത്തുന്ന കർത്താവാണെന്നാണ്. ഹല്ലേലൂയ. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് പാടാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.
വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണെന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണെന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കൂടെയുള്ളവരാണെങ്കിൽ കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ദൈവഭൃത്യനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഒട്ടും ഉചിതമല്ല. മലയാളക്കരയ്ക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത, നമുക്കേറെ അഭിമാനിക്കുവാനുള്ള ഒരു ദൈവഭൃത്യനാണ് നമ്മളോട് കൂടെ ആയിരിക്കുന്ന PG അങ്കിള്. ആമേൻ, ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം പത്താൻകോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് തന്നെ PG അങ്കിള് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ പത്താൻകോട്ട് എന്നുള്ള പേര് പോലും ഞങ്ങളൊക്കെ അറിയുന്നത് PG അങ്കിൾ മുഖാന്തരമാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ സ്ഥാപകനായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അത്ഭുതകരമായി ശക്തിയോടെ നോർത്ത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഏകദേശം 1500-ൽ പരം സഭകൾ സ്ഥാപിക്കുവാൻ, അതിലൂടെ ഒത്തിരി പേർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായത് PG അങ്കിളിലൂടെയാണ്. ആമേൻ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന പുസ്തകം ഇന്നും അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരെ ആമേൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ 69-ൽ പരം പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവഭൃത്യനെ കർത്താവ് എടുത്തു. ഇന്ത്യൻ ആർമിയുടെ പട്ടാളക്കാരനായാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നതെങ്കിലും ആമേൻ, ഹല്ലേലൂയ, ആത്മീയ ലോകത്ത് ദൈവരാജ്യത്തിൽ ഇന്ത്യൻ മണ്ണില് സുവിശേഷം അറിയിപ്പാനും
ആമേൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ആ ഒരു ഫീൽഡ് മാർഷലായിട്ട് നിൽക്കുവാനും ഇപ്പോഴും കർത്താവ് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ആമേൻ 85 വയസ്സിലും ആമേൻ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആമേൻ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. എത്രയോ ഈ പ്രായത്തിലുള്ള പിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോവുകയോ അല്ലെങ്കിൽ കിടക്കയിലായി പോവുകയോ ഒക്കെ ചെയ്തപ്പോൾ നമ്മളോട് സംസാരിക്കുവാൻ ഇന്ന് കർത്താവിൽ നിയോഗിച്ചയച്ചിരിക്കുന്നത് ആമേൻ PG അങ്കിളിനെയാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മളോട് സംസാരിക്കുവാൻ ആമേൻ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ദർശനം നമ്മളിലേക്ക് പകരുവാൻ ആമേൻ അതൊരു മോട്ടിവേഷനായി നമ്മളോട് ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ ഒരു കാറ്റലിസ്റ്റായി കർത്താവ് ദൈവഭൃത്യനെ ആമേൻ ഹല്ലേലൂയ ഇന്ന് പലപ്പോഴും കരങ്ങളിൽ എടുക്കുമെന്ന് ആമേൻ വിശ്വസിക്കുന്നു. ഉറപ്പോടെ അതിലായിരിക്കുന്നു. ആമേൻ ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് കടന്നു വന്നതിൽ ഒത്തിരി സന്തോഷം. വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ കടന്നു വന്നാട്ടെ. ആമേൻ PG വർഗീസ് ഉപദേശി എന്നാണ് എഴുതിയിരിക്കുന്നത് തന്നെ. ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നു. PG വർഗീസ് അങ്കിൾ അൺമ്യൂട്ട് ചെയ്താട്ടെ. ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. തുടങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്തോത്രം 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 സ്തോത്രം. ഷേർലി സഹോദരി കരയിപ്പിച്ചല്ലോ എന്നെ. ഞാൻ കരയാത്ത മനുഷ്യനാണ്, പക്ഷെ ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കുമ്പോൾ കരഞ്ഞു പോകും, തുള്ളിച്ചാടിപ്പോകും, ഡാൻസ് ചെയ്തു പോകും. ഇവിടെ ഡാൻസ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഒരു മേശയുടെ ഒരു ബെഞ്ചിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. എങ്കിലും ആദ്യത്തെ പാട്ട് കിട്ടിയപ്പോൾ ഞാൻ എപ്പം പോയിട്ട് എൻ്റെ ടാമറിനെടുത്തു ഡാൻസ് ചെയ്തു. ആർക്കെങ്കിലും ഒഫൻഡായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, പക്ഷെ എനിക്ക് കുറ്റബോധമില്ല. കരയുന്നതാണ്. ഈ കരച്ചിൽ നിൽക്കാതെ ഇരിക്കട്ടെ കർത്താവിൻ്റെ മുമ്പാകെ. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. ഇന്ന് ചെറുപ്പക്കാരുടെ ദിവസമാണ്. പ്രാർത്ഥിച്ച പാസ്റ്റർ തോമസ് കുറ്റിപ്പുറത്ത്, പിന്നെ പാട്ടുപാടിയ സഹോദരൻ, ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്. എനിക്ക് ഷേർലി സഹോദരി പറഞ്ഞ എൻ്റെ പ്രായം തെറ്റിപ്പോയി. എനിക്ക് 49 വയസ്സ് കഴിഞ്ഞിട്ട് 36 വർഷമേ ആയുള്ളൂ. നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, ഞാൻ കണക്ക് കൂട്ടത്തില്ല. ഞാൻ 49 നിൽക്കുകയാണ്, 50 ആവത്തില്ല. അതിങ്ങനെ 36, 37, 38, 39 പോയി. ചിലപ്പോൾ ഒരു 100 വർഷം കൂടെ കാണും. ഇനി ഒരു 50 വർഷം കൂടെ കാണും കൂടിപ്പോയാൽ. ഹല്ലേലൂയ. അവസാനത്തെ ദിവസവും സുവിശേഷം പ്രസംഗിച്ച് മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഞാനും കിടക്കയിലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ നേരം വെളുത്ത 4 മണിക്കാണ് എഴുന്നേറ്റത്. ഹല്ലേലൂയ. ചായ ഇട്ടു. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ഭാര്യ മക്കളുടെ അടുക്ക പോയിരിക്കുകയാണ്. 2 കപ്പ് ചായ ഇട്ടു. 1 കപ്പ് ഞാൻ കുടിച്ചു. 1 കപ്പ് താഴെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. ഞാൻ എൻ്റെ അല്ലേ സെക്യൂരിറ്റി ഗാർഡ്. 64 ഫ്ലാറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡായി 1 കപ്പ് കൊണ്ട് കൊടുത്തു. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. എനിക്ക് ചിരിപ്പിക്കുന്നത് ഇഷ്ടമാണ്, കരയിപ്പിക്കുന്നതും ഇഷ്ടമാണ്. ഹല്ലേലൂയ. നീ ബഹുമാനത്തോടെ പറയുകയാണ്, ഏകവചനത്തിൽ പറയുകയാണ്, നീ ജയാളിയായി. കണ്ണുനീര് തുടച്ചോട്ടെ. കർത്താവേ, നീ ജയാളിയായി ഓട്ടം ഓടി തികയ്ക്കണം. അതെ, നീ ബഹുമാനത്തോടെ ഏകവചനത്തിൽ പറയുന്നു, നീ ഓട്ടം ഓടി തികയ്ക്കണം. ജീവിതം ഒരു ഓട്ടക്കളമാണ്. വിശ്വാസിയും അവിശ്വാസിയും ഓടുന്നു. വിശ്വാസി ഓടുന്നത് ദൈവത്തിൻ്റെ ചട്ടപ്രകാരമായിരിക്കണം. 2 കൊട്ടേഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ഞാൻ ഫലിതം പറയുമായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ് നീ നിർത്തിയിട്ട് വേറെ വല്ലതും പറയാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞാൽ കേൾക്കണമല്ലോ. അങ്ങനെ വേദോസ്തവത്തിൽ പറയുന്നുണ്ട്, ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറയുന്നുണ്ട്. ഞാനും അബ്രഹാമാണ്. ഇതാ കൊട്ടേഷൻ 1. ബിഫോർ വൺ ക്യാൻ വാക്ക് ആസ് ക്രൈസ്റ്റ് വാക്ക്ഡ് ആൻഡ് ടോക്ക് ആസ് ഹി ടോക്ക്ഡ്, he must first begin to think as Christ thought. പറഞ്ഞത് A. അലൻ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നടന്നതുപോലെ നടക്കുന്നതിനും അവൻ സംസാരിച്ചതുപോലെ സംസാരിക്കുന്നതിനും മുൻപായിട്ട്
ക്രിസ്തുയേശു ചിന്തിച്ചതുപോലെ ചിന്തിച്ചു തുടങ്ങണം. രണ്ടാമത്തെ കൊട്ടേഷൻ പറഞ്ഞത് എമി എന്നാണ് അല്ലേ? എമി മാർക്കൈകൾ. എമി കാർമൈക്കൽ. അവരെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയണം, ജീവചരിത്രം വായിക്കണം. ഇന്ത്യയിൽ വന്ന് തമിഴ്നാട്ടിൽ വന്ന് ജീവിതം ചിലവഴിച്ച ഒരു സ്ത്രീരത്നം. When the wind blows hard on a tree, the roots stretch and grow stronger. ഒരു മരത്തിന്മേൽ കാറ്റ് ശക്തമായി വീശുമ്പോൾ ആ മരത്തിൻ്റെ വേരുകൾ കൂടുതൽ വലിഞ്ഞ് കൂടുതൽ ബലം പ്രാപിക്കുന്നു. തിരുവചനം വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12:1-2. ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കിയ മെസ്സേജാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്, ശ്രദ്ധിച്ചു കേൾക്കേണ്ട വാക്കുകളാണ്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. 3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോൾവിൻ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയുന്നു, ജീവിതം ഒരു ഓട്ടക്കളമാണ്. ഈ ജീവിതയാത്രയിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ലക്ഷ്യത്തിൻ്റെ ഫോക്കസ് വിട്ടുകളയരുത്. ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്, മാറരുത്. ഫോക്കസ് മാറരുത്. ഫോക്കസ്, ഞാൻ ഡിക്ഷണറിയിൽ നോക്കി അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ചുറ്റും പുറവും ഉള്ളതിനെ മുഴുവൻ ഒഴിവാക്കി ആവശ്യമുള്ള ശ്രദ്ധാകേന്ദ്രത്തെ മാത്രം ശ്രദ്ധ ഉറപ്പിക്കലാണ് ഫോക്കസ്. മലയാളത്തിൽ അതിന് വാക്കില്ല, ഉന്നം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഉന്നം വെക്കാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ തോക്ക് ഉപയോഗിക്കണം. ഞാൻ പല വിധത്തിലുള്ള തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ക്ലർക്കായിരുന്നു, എനിക്ക് യുദ്ധത്തിനൊന്നും പോകണ്ട, എങ്കിലും ഞങ്ങളെ യുദ്ധം പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഉന്നം, ഫോക്കസ്. ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷകൾ ദൈവം തരും. വിജയിക്കുന്നവർക്ക് പ്രൊമോഷൻ തരാനാണ് ദൈവം തരുന്നത്, അല്ല ദൈവം വെറുതെ പരീക്ഷിച്ചിട്ട് അവനെ കഷ്ടപ്പെടുത്താനല്ല. എൻ്റെ തലമുടി നേരെയാവുന്നില്ല, ഇടയ്ക്കൊന്ന് ചിരിപ്പിച്ചതാണ്. പിശാചും തരും. നമ്മുടെ പാടിയ ബ്രദറെ വിൽസൺ ബ്രദറെ ഉഗ്രനായിരുന്നു കേട്ടോ, രണ്ടും നല്ലതായിരുന്നു. നൃത്തം ചെയ്തു പോയി, ഇവിടെ സ്ഥലമില്ല എങ്കിലും നൃത്തം ചെയ്തു പോയി കേട്ടോ. താങ്ക് യു. പിശാചും തരും. നമ്മുടെ ഫോക്കസ് മാറ്റി ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്താനാണ് അവൻ തരുന്നത്. ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില അനുഗ്രഹം തരാനുണ്ട്. നമ്മെ പരാജയ ബോധത്തിൽ നിർത്താനാണ്, കുറ്റബോധത്തിനകത്ത് നിർത്താനാണ്. തിരുവചനത്തിൽ ഫോക്കസ് തെറ്റാതെ ഓടിയ പലരെയും വിവരിച്ചിരിക്കുന്നു. നോഹ 120 വർഷം പെട്ടകം പണിതു. 120 വർഷം. അബ്രഹാം വാഗ്ദത്ത ദേശത്തേക്ക് നീണ്ട വർഷം സ്വന്തം നാടും കൂടും വിട്ട് എവിടേക്ക് പോകുന്നു എന്നറിയാതെ നടന്നു. മകനെ യാഗം കഴിക്കാൻ 3 ദിവസം നടന്നു. എനിക്കത് ചിന്തിക്കാനൊക്കുന്നില്ല കേട്ടോ, ചിന്തിക്കാനൊക്കുന്നില്ല. 3 ദിവസം നടന്ന ആ മനുഷ്യനെ എൻ്റെ സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിൻ്റെ ഒക്കെ ചോദിക്കുകയാണ്, ഭൂമിയിൽ നടന്ന ഏതെങ്കിലും ഒരു കാര്യം നിനക്ക് ഒന്നുകൂടെ വീഡിയോയ്ക്കകത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിത് കാണാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി മൊറിയാമലയിൽ ചെന്നിട്ട് തിരിച്ചിറങ്ങി വരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ ക്രൂശീകരണം പോലും പിന്നെ കണ്ടാലും മതി. അതാണ് യാക്കോബ് ദൈവത്തെ കണ്ടുമുട്ടിയത് മുതൽ വിശ്വസ്തനായി ജീവിച്ചു. 14 വർഷം മുറപ്പെണ്ണിൻ്റെ കൂടെ ആടിനെ തീറ്റി വെള്ളം കോരി, രണ്ടുപേരും കൂടെ വെള്ളം കോരിയിട്ട് വീട്ടിൽ കൊണ്ടുവരണം. വിവാഹം വരെ പാപം ചെയ്തത് എന്നെ അസ്വസ്ഥപ്പെടുത്തിയ മനുഷ്യനാണ്. അവരൊന്നിച്ച് ആട്ടിനെ തീറ്റാൻ പോയത്. അവന് വേണമെങ്കിൽ ആദ്യത്തെ 7 വർഷം കഴിഞ്ഞിട്ട് അവളോട് അപമര്യാദയായിട്ട് പെരുമാറാനുള്ള അവകാശമുണ്ട്. ചെയ്തില്ല. വിശുദ്ധ ജീവിതം, നീണ്ട വർഷങ്ങൾ. അവൻ്റെ ഫോക്കസ് തെറ്റിച്ചില്ല. അമ്മാവിയപ്പൻ 10 പ്രാവശ്യം ചതിച്ചു, പക്ഷെ അവൻ്റെ ഫോക്കസ് മാറ്റിയില്ല. അമ്മാവിയപ്പൻ്റെ ആട് സ്വന്തമാക്കിയില്ല. ആഗ്രഹം തോന്നിക്കാണും, പക്ഷെ അവൻ്റെ ഫോക്കസ് തെറ്റിച്ചില്ല. യോസഫ് ബാല്യത്തിലെ സ്വപ്നം, അതായിരുന്നു അവൻ്റെ ഫോക്കസ്. 13 വർഷത്തെ കഷ്ടത, കിണർ, അടിമ, ജയിൽ. ഫോക്കസ് അവനെ
മുമ്പോട്ട് നടത്തി. ഏലിയാവ്, ഏലിശ, നെഹമ്യാവ്, യോഹന്നാൻ സ്നാപകൻ, മശിവായിക്ക് വേണ്ടി വഴിയൊരുക്കിയവൻ, മരുഭൂവാസത്തിലാണ് ജീവിച്ചത് അല്ലേ. അവൻ്റെ ഫോക്കസ്. കാട്ടുതേനും വെട്ടുക്കിളിയും തിന്നു ജീവിച്ചു. നല്ല കാര്യമൊന്നും അല്ലത് കേട്ടോ. പക്ഷെ കാട്ടുതേൻ കുഴപ്പമില്ല, പക്ഷെ വെട്ടുക്കിളിയൊക്കെ തിന്ന് മാത്രം എന്നും കഴിച്ചാൽ അവൻ്റെ ഫോക്കസ് അതായിരുന്നു. എൻ്റെയും നിൻ്റെയും ഫോക്കസ് മാറരുത്. പൗലോസ് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കണം. ഒരു തൂഫാൻ എക്സ്പ്രസ് പോലെ. അത് ഹിന്ദി വാക്കാണ് തൂഫാൻ. ഏറ്റവും സ്പീഡ് കൂടിയ ജംബോ ജെറ്റ്. ഹല്ലേലൂയ. അൺസ്റ്റോപ്പബിൾ ആയിട്ട് അവൻ നടന്നു. ഹൗ? വൈ? ഫോക്കസ് മാറ്റിയില്ല. ദൈവ ഇഷ്ടം നിറവേറണം. നാമും ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ സ്റ്റേ ഫോക്കസ്ഡ്. ഇടയ്ക്ക് ഇച്ചിരി ഇംഗ്ലീഷൊക്കെ പറയുന്നതേ ഞാൻ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളതിലും അതേ ഉള്ള എൻ്റെ വിദ്യാഭ്യാസം കേട്ടോ. ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. സ്റ്റേ ഫോക്കസ്ഡ്. മുഴുവൻ ശ്രദ്ധയോടെ അടിവരയിടാം. മുഴുവൻ സ്ഥിരതയോടെ അടിവരയിടാം. ഇതിന് 3 കാര്യം ചെയ്യണം. എഴുതിയെടുക്കുന്നവർ വളരെ ചുരുക്കമാണെന്ന് എനിക്കറിയാം. 1, യേശുവിനെ നോക്കുക. വാക്യം 1. വീണ്ടും വായിക്കുന്നില്ല ഞാൻ. യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. 1ാമത്തെ വാക്യത്തിനകത്ത് യേശുവിനെ നോക്കണം. ബി, തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അവനാണ് വിശ്വാസത്തിൻ്റെ നായകൻ. അവനാണ് വിശ്വാസം പൂർത്തി വരുത്തുന്നവൻ. ഇംഗ്ലീഷും മൂലഭാഷയിലും ഞാനിതൊന്നും നോക്കി. ഇംഗ്ലീഷ് എനിക്കറിയാമായിരുന്നു, എങ്കിലും പ്രസംഗിക്കുന്നതിന് മുമ്പേ മൂലഭാഷയിലും നോക്കി. ആദർ ആൻഡ് ഫിനിഷർ, ആൽഫ ആൻഡ് ഒമേഗ. തുടങ്ങിയവൻ അവസാനിപ്പിക്കും. നമ്മിലും തുടങ്ങിയവൻ അവസാനിപ്പിക്കും. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മുടെ പ്രവർത്തനത്തിൽ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ ആ പ്രവർത്തനം നമ്മിൽ അവസാനിപ്പിക്കും. നിന്റെ കഷ്ടതയിലും യേശു ഉണ്ടെങ്കിൽ നീ പുറത്തു വരുമ്പോൾ യോബ് പറയുന്നത് പോലെ 23:10, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പൊന്നുപോലെ പുറത്തു വന്നില്ലേ? വന്നു. നാമും ക്രൂരമായ യൗവനത്തിൽ രക്തസാക്ഷികളായവരുടെ മരണശേഷം കൂടുതൽ യുവാക്കൾ ദൈവവേലയിൽ മിഷണറിമാരായി ഇറങ്ങിത്തിരിച്ചു. ഒന്നുകൂടെ പറയണോ? യൗവനത്തിൽ അതിക്രൂരമായിട്ട് മരിച്ചവരുടെ ജീവചരിത്രം വായിച്ച കേട്ട ഒട്ടേറെ പേർ അവർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. 1, ഔട്ട്കാസ്റ്റ് മിഷണറീസ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം? അവരുടെ ജീവചരിത്രം ഞാൻ 2 വായിച്ചു. അവർ രക്തസാക്ഷിയായ സ്ഥലത്ത് ഞാൻ പോയതാണ്. ഞാനവിടെ പോയിട്ട് പഠിച്ചതാണ്. എന്നിട്ട് ഞാനൊരു പുസ്തകം എഴുതി. ഔട്ട്കാസ്റ്റ് മിഷണറിമാരുടെ ജീവിതം കേട്ടിട്ട് അവർ അമേരിക്കയിലുള്ള 5 പേരായിരുന്നു. ഇക്വഡോറിൽ പോയി 1955-56 അവർ രക്തസാക്ഷികളായി. അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഭാര്യമാർ പോയി. അവർ പറഞ്ഞില്ല, അമ്മച്ചിയും പിഞ്ഞ് പറഞ്ഞു ഈ പൊന്നുമാരിഞ്ഞ് പോരെ എന്ന് പറഞ്ഞില്ല. അവർ പോയി അവരുടെ മറ്റവരെ കൊന്നവര് സുവിശേഷ വേലക്കാരായിട്ട് നിന്ന് അമേരിക്കയിൽ മുഴുവൻ നിന്നിട്ട് പറഞ്ഞു ഞങ്ങളാണ് അവരെ കൊന്നത്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിയുമ്പോഴും കുറേ പേര് എഴുന്നേൽക്കട്ടെ. നമ്മൾ അടി കൊണ്ട് കഴിയുമ്പോഴും കുറേ പേര് എഴുന്നേൽക്കട്ടെ. നമ്മൾ പീഡനം സഹിച്ചു കഴിയുമ്പോഴും കുറേ പേര് എഴുന്നേൽക്കട്ടെ. വില്യം ബോർഡൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 1887 മുതൽ 1913 വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ 25ാമത്തെ വയസ്സിൽ മരിച്ചു. സുവിശേഷ വേലയ്ക്കായിട്ട് പോയി, മിഷണറി സ്ഥലത്ത് പോയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈബിളിനകത്ത് 3 വാക്കുകൾ കണ്ടു. ആർക്കെങ്കിലും അറിയാമോ? നോ റിസർച്ച്, നോ റിട്രീറ്റ്സ്, നോ റിഗ്രറ്റ്സ്. അദ്ദേഹത്തിന് ബൈബിൾ എഴുതിയിരുന്നു. 25ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ട് യൗവനത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലാതെ മരിച്ച മനുഷ്യൻ. പക്ഷെ അത് വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വായിച്ചിട്ട് ഒട്ടേറെ പേർ മിഷണറിമാരായിട്ട് മരിച്ചു. നമ്മുടെയും ജീവിതം മിഷണറിമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. നമ്മുടെ കഷ്ടത, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ ദുഃഖം മിഷണറിമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം. ഹല്ലേലൂയ. ഫോക്കസ് നോട്ട് ഓൺ പീപ്പിൾ, ഫോക്കസ് നോട്ട് ഓൺ എ ഫ്രണ്ട്, ഫോക്കസ് നോട്ട് ഓൺ എ സപ്പോർട്ടർ, ഫോക്കസ് നോട്ട് ഓൺ എ മിഷൻ. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നോട്ടം, നമ്മുടെ ഫോക്കസ് ആളുകളിലാവരുത്, സ്നേഹിതരിലാവരുത്, സപ്പോർട്ടർമാരിലാവരുത്, മിഷനിലായിരിക്കരുത്. മനുഷ്യർ എന്നെങ്കിലും നമ്മെ നിരാശപ്പെടുത്താം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു ചാക്കൊച്ചൻ പറഞ്ഞു 35 രൂപ പറഞ്ഞില്ല, ഞാൻ ചെന്ന് കഴിഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞു, മിഷൻ ചെടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ 35 രൂപ അയക്കുന്നു, എല്ലാ മാസവും അയക്കാം.
കുറച്ച് മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ പറഞ്ഞു ഇനിയും തരത്തില്ലെന്ന് പറഞ്ഞു. ആളുകൾ അയ്യോ എൻ്റെ സ്നേഹിതനായിരുന്നു കേട്ടോ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തെ മരണം വരെ ഞാൻ കൂടെ കൂടെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. KP യോഹന്നാൻ എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞ് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നിർത്തി. ഈ മരണം വരെ ഞങ്ങൾ സ്നേഹിതരായിരുന്നു കേട്ടോ. ജോൺ ഓസ്റ്റീൻ സപ്പോർട്ട് നിർത്തി. വേറൊരു സംഘടന ക്രിസ്ത്യൻ എയ്ഡ് മിഷൻ എന്ന് പറയുന്ന സംഘടന സപ്പോർട്ട്. മനുഷ്യരിൽ നമ്മൾ ആശ്രയം വയ്ക്കരുത്, സപ്പോർട്ടർമാരിൽ ആശ്രയം വയ്ക്കരുത്, മിഷനിൽ ആശ്രയം വയ്ക്കരുത്. അതെ, ഇപ്പോഴും ചിലവരൊക്കെ തുടങ്ങിയിട്ട് നിർത്തും. അതിനെന്താ, അവരല്ല എൻ്റെ സപ്പോർട്ടർ. നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് യേശു ക്രിസ്തുവിലായിരിക്കണം. നിങ്ങൾ നന്നായിട്ട് സുവിശേഷ വേല ചെയ്താലും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പലരും സുവിശേഷ വേലക്കാരൻ്റെ പാസ്റ്ററായിരിക്കും കാണുന്നത്, പ്രത്യേകിച്ച് കാസർഗോഡുള്ളത് പ്രയാസമാണെന്ന് എനിക്കറിയാം സഹോദര. ഞാൻ പലപ്പോഴും കാസർഗോഡ് വന്നിട്ടുണ്ട്, ഞാൻ ക്രൂസേഡ് നടത്തിയിട്ടുണ്ട് അവിടെ അതിനടുക്കൽ സ്ഥലത്ത്. മനുഷ്യർ, സഭ, സംഘടന, ഭാര്യ, ഭർത്താവ് നമ്മളെ നിരാശപ്പെടുത്താം. നമ്മളെത്ര നല്ല വേല ചെയ്താലും ആരെങ്കിലുമൊക്കെ നമ്മളെ നിരാശപ്പെടുത്താം. അതിനാൽ ഡോണ്ട് ഫോക്കസ് ഓൺ പീപ്പിൾ. മനുഷ്യർ, സഭ, സംഘടന, ഭാര്യ, ഭർത്താവ് ഫോക്കസ് ചെയ്യരുത്. യേശു ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യുക. അവനിൽ നിന്നും കണ്ണെടുക്കരുത്. നിങ്ങൾ ചിലർ വല്ലാത്ത പരീക്ഷയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, കടന്നു പോയവരായിരിക്കാം. അടി, പട്ടിണി, ജയിൽ, അതിലും കൂടുതൽ സഹിച്ചവരായിരിക്കാം. നിങ്ങൾ ചോദിച്ചേക്കാം, എന്നെൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും? സ്നേഹിത, നിങ്ങളിൽ തുടങ്ങിയവൻ നിങ്ങളിൽ അവസാനിപ്പിക്കും. അവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും ആരംഭവും പൂർത്തി വരുത്തുന്നവനും ആണ്. ബിഗിനർ ആൻഡ് ഫിനിഷർ. 2, നമ്മുടെ യാത്രയിൽ ഫോക്കസ് ചെയ്യണം. ഓട്ടം സ്ഥിരതയോടെ ഓടണം. എൻഡ്യൂറൻസ് എന്നാണ്, സ്ഥിരതയോടെ, നിർത്താതെ. ഞാനീ പറഞ്ഞതിൻ്റെ അല്പം ഇരിക്കരുതെന്നോ വെള്ളം കുടിക്കരുതെന്നോ അല്ല, പക്ഷേ എൻഡ്യൂറൻസ് 6 മണിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്. ഹല്ലേലൂയ. യു ക്യാൻ സ്ലോ ഡൗൺ ഇഫ് നീഡഡ്. ഒരു രോഗം വന്നു, സ്ലോ ഡൗൺ ആകാം. അസഹനീയമായി എതിർപ്പായി സ്ലോ ഡൗൺ ചെയ്യാം. ഈവൻ യു ക്യാൻ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്, ദെൻ സ്റ്റാർട്ട് റണ്ണിങ്. എൻഡ്യൂറൻസ്, റിഫ്യൂസ് ടു ക്വിറ്റ്. നിർത്താൻ വിസമ്മതിക്കുക. ഫെയ്ത്ത് പീപ്പിൾ ഡോണ്ട് ക്വിറ്റ്. ക്വിറ്റേഷൻ ഡോണ്ട് അച്ചീവ് എനിത്തിങ്. ഞാൻ പണ്ട് ഉണ്ടാക്കിയൊരു സ്ലോഗനാണ്. അതുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല, ഓട്ടം നിർത്താൻ പാടില്ല കേട്ടോ. എതിർപ്പ് വന്നാലും ശരി, അടി ഉണ്ടാലും ശരി, എന്തെല്ലാം വന്നു കഴിഞ്ഞാലും ശരി. ഞാൻ ഇങ്ങനെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളൊക്കെ എൻ്റെ കീഴിലായിരിക്കുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വിചാരിച്ചു എൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ ഈ മനുഷ്യരെ തിന്നുന്നവരുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് വായിച്ചു. പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. നാഗാലാൻഡ്, മിസോറാം അവിടെയുള്ളവരൊക്കെ ആളുകളെ കൊല്ലുമായിരുന്നു, തിന്നുന്നവരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ചിലയിടത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു എൻ്റെ മൂത്ത മോനെ അയച്ചു. അവനവിടെ രക്തസാക്ഷിയായ ഞാൻ 2ാമത്തെ പൈതലിനെ അയക്കും. ആ പൈതലിന് രക്തസാക്ഷിയായാൽ ഞാൻ 3ാമത്തെ പൈതലിനെ അയക്കും. അതിന് രക്തസാക്ഷിയായ 4ാമത്തെ പൈതലിനെ അയക്കും. അതിന് രക്തസാക്ഷിയായാൽ ഞാൻ 5ാമത്തെ പൈതലിനെ അയക്കും. അവന് രക്തസാക്ഷിയായാൽ ഞാൻ വന്നിട്ട് പറയും, ഇനി എനിക്ക് മക്കളില്ല, നിങ്ങളുടെ മക്കളെ അയക്കാമോ? ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കൊട്ടേഷൻസ് ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലാണ്. ദിവസവും 2-3 കൊട്ടേഷൻ വായിക്കാൻ ശ്രമിക്കും. സ്വന്തം മക്കളെ ദൈവവേലയ്ക്ക് അയക്കാത്തവർക്ക്, പറഞ്ഞ ആരാന്ന് എനിക്കറിയാം, സ്വന്തം മക്കളെ ദൈവവേലയ്ക്ക് അയക്കാത്തവർക്ക് വേറൊരാളുടെ മക്കളെ അയക്കാൻ അവകാശമില്ല. നിങ്ങൾ എൻ്റെ ചോദിക്കുക, പണ്ട് പടുത്ത തീരുമാനം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴില്ല. കാരണം എന്താ? എൻ്റെ മക്കളാരും ഇപ്പോൾ എൻ്റെ മക്കളല്ല, എൻ്റെ മക്കളാണ്. പക്ഷെ അവരെല്ലാം അവരുടെ കുടുംബത്തിലാണ്. പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ കീഴിലായിരുന്ന സമയത്ത് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു, ബിക്കോസ് ഐ എം അൺസ്റ്റോപ്പബിൾ. എൻ്റെ വേല ഒരിക്കലും ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിർത്തരുത്. എൻ്റെ അത്രയും കഠിനമായ തീരുമാനം നിങ്ങൾക്കില്ല എങ്കിലും ഏകദേശമൊക്കെ അടുത്ത് വരണം. എന്നേക്കാൾ മുമ്പിൽ കയറിപ്പോകണം. ഡൽഹിയിലെ ബിഷപ്പ് സെമിനാർ ഒരിക്കൽ നടത്തുകയായിരുന്നു 1994. ഞാനാണ് സംഘടിപ്പിച്ചത്. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ ആയിരുന്നു പ്രസംഗകൻ. അദ്ദേഹം പറഞ്ഞിട്ട് സംഘടിപ്പിച്ച കേട്ടോ. 170 പേരോ കണ്ട് ബിഷപ്പ്മാർ വന്നിട്ടുണ്ട്. IPCയിലെ, അസംബ്ലി സഭകളിലെ, സകല സഭകളിലെ, മെത്തഡിസ്റ്റ് സഭ, CNI, മർത്തോമ, എല്ലാ സഭകളിലും ബിഷപ്പ്മാർ വന്നിട്ടുണ്ടായിരുന്നു. വരാത്ത ചില സഭകളുമുണ്ട്. കത്തോലിക്കർ വന്നിരുന്നു, എല്ലാവരും വന്നിരുന്നു. ആ സമയത്ത് മണക്കാല ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകൻ റവറൻ TG കോശിയും വന്നു. അദ്ദേഹം അവസാനം അപ്ലൈ ചെയ്തേ.
പറഞ്ഞു, വർഗീസ് എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞ് ഞാനിവിടെ വരട്ടെ. ഞാൻ പറഞ്ഞു, അയ്യോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നാൽ മതി. അദ്ദേഹം അവിടെ വന്നു. ജോൺ ഓസ്റ്റിൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം നിരാശനായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിലെ പെന്തിക്കോസ്റ്റിലെ ചില പാസ്റ്റർമാരുടെ മക്കൾ സമരം ഉണ്ടാക്കി. ബസ്സിൽ കയറി ഭിക്ഷ എടുത്തു. ഞങ്ങൾക്ക് ആഹാരമില്ല, ആഹാരം തായ, പൈസ താന്നു. അദ്ദേഹം നിരാശനായി. ബൈബിൾ കോളേജ് നിർത്താൻ തീരുമാനിച്ചു. ആ സമയത്താണ് മീറ്റിംഗ്. അങ്ങനെ നിരാശനായിട്ട് വന്നതാണ്. ജോൺ ഓസ്റ്റിൻ ഇങ്ങനെ പ്രസംഗിച്ചു. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു കുരിശുണ്ടായിരുന്നു. അത് യേശുവിന് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും എടുക്കാൻ സാധിക്കില്ല. അതുപോലെ നിനക്കും, നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്കും ഒരു കുരിശുണ്ട്, അത് നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഠീജി കോശി സാർ ബലം പ്രാപിച്ചു, മടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്കും നിനക്കും കർത്താവ് ഒരു കുരിശ് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നാണെങ്കിൽ, സന്തോഷത്തോടെ ഫോക്കസ് ഓൺ ഹിം, ഫോക്കസ് ഓൺ ദ ജേർണി. എൻ്റെ ഓട്ടമല്ല നിൻ്റേത്, നിൻ്റെ ഓട്ടമല്ല മറ്റൊരുവൻ്റേത്. ദാവീദിൻ്റെ ജീവിതമല്ല യെരമ്യാവിൻ്റെ. ദാവീദ് കൊട്ടാരത്തിൽ, യെരമ്യാവ് കുഴിയിൽ, ചള്ളക്കുഴിയിൽ അല്ലേ? അവൻ കരച്ചിലാണ്. ഹല്ലേലൂയ, ക്രൈങ് പ്രോഫറ്റ്. ഹല്ലേലൂയ. നിനക്കുള്ള കുരിശ് നീ എടുക്കണം. നിന്റെ ഓട്ടത്തിന് നീയാണ് ഉത്തരവാദി. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഓടുക. പലരും ഓട്ടം നഷ്ടപ്പെടുത്തുന്നു. കാരണം എന്താ കാര്യം? ഓടുന്ന മറ്റു ചിലരെ നോക്കുകയാണ്, ദിനകരനെ നോക്കുകയാണ്, അല്ലെങ്കിൽ KC ജോണിനെ നോക്കുകയാണ്. അവരവരുടെ ഓട്ടം ഓടണം. ഹല്ലേലൂയ. മറ്റവരുടെ ഓട്ടക്കളമാണ് നോക്കുന്നത്. അവർ കൺവെൻഷൻ സ്പീക്കർ ആയിരിക്കാം, നീ ഒരു സൺഡേ സ്കൂളിലെ പഠിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ വെറും ഒരു പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം, നീ സംസാരിക്കുമ്പോൾ 3 പേരെ കാണത്തുള്ളായിരിക്കാം. നിന്റെ ഓട്ടം നീ ഓടണം. എൻ്റെ ഓട്ടം ഞാൻ ഓടണം. മറ്റുള്ളവരുടെ ജീവിതം നോക്കരുത്, അതിനകത്ത് ഫോക്കസ് ചെയ്യരുത്. മറ്റുള്ളവരുടെ നേട്ടത്തിനകത്ത് ഫോക്കസ് ചെയ്യരുത്. മറ്റുള്ളവരുടെ ഈസി ലൈഫിനകത്ത് ഫോക്കസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ സ്വയവിശ്വാസം നഷ്ടപ്പെടുത്തും. ഞാൻ കട്രായിലായിരുന്നു, പട്ടിണിയാണ്, ഒരു ഫാൻ പോലും ഇല്ല. ചൂട് 46 ഡിഗ്രി ആവും, ഭയങ്കര കൊതുകുമാണ്. ഒരു കസേര മാത്രമേ ഉള്ളൂ, ഒറ്റ കസേര മാത്രം. ആ സമയത്താണ് ഞാൻ അറിഞ്ഞത്, വേറൊരു ക്രിസ്ത്യൻ ലീഡർ, അദ്ദേഹത്തിന് വലിയ വീട്, ഞാൻ ആ വീട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വാഹനമുണ്ട്. അന്ന് വാഹനമുള്ള ഡൽഹിയിൽ 3 പേരേ ഉള്ളൂ. സ്കൂട്ടർ പോലെയുള്ള 3 പേരേ ഉള്ളൂ. അതിനകത്തൊരു കാർ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം 10 ലക്ഷം രൂപ ചെലവാക്കി ഒരു വലിയ മതിൽ പണിതു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇവിടെ എനിക്കൊരു ഫാൻ പോലും ഇല്ല, എനിക്കൊരു സൈക്കിളും ഇല്ല. അദ്ദേഹം കണ്ടില്ലയോ? ദൈവം എൻ്റെ ഒക്കെ ചോദിച്ചൊരു കാര്യം ചെയ്യട്ടെ, നിന്റെ ശുശ്രൂഷ അദ്ദേഹത്തിന് കൊടുത്തു വെച്ച് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എനിക്ക് വേണ്ട. ഞാൻ എല്ലാ ആഴ്ചയിലും 18 പേരെ വെച്ച് സ്നാനപ്പെടുത്തുകയായിരുന്നു. എല്ലാ ആഴ്ചയിലും, എവരി വെനസ്ഡേ. എൻ്റെയൊക്കെ ചോദിച്ചു, നിനക്ക് ആ ശുശ്രൂഷ വേണം? വേണ്ട കർത്താവേ, എനിക്ക് മതിലല്ല ആവശ്യം. നിന്റെ വേലയിൽ നീ ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ സഭയിൽ 365 ദിവസവും മീറ്റിംഗ് ഉണ്ട്, 365 ദിവസവും വർഷത്തിൽ. ആ ശുശ്രൂഷ വേണം? വേണ്ട. നിന്റെ ശുശ്രൂഷ, അത് 3 പേരായിരിക്കാം, 30 പേരായിരിക്കാം, 3000 പേരായിരിക്കാം, 30,000 പേരായിരിക്കാം. അതിൽ ശ്രദ്ധ വയ്ക്കുക. നിന്റെ ഓട്ടം ഫോക്കസ്, നിന്റെ ജീവിതം ഫോക്കസ്, നിന്റെ ശുശ്രൂഷ ഫോക്കസ്, നിന്റെ സഭ ഫോക്കസ്, നിന്റെ സംഘടന ഫോക്കസ്, നിന്റെ പ്രസംഗം അതിൽ ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. ഇതാണ് നിന്റെ ഓട്ടക്കളരി. അത് തുടരുക. നിന്റെ ഓട്ടം നീ ഓടണം. നിന്റെ മകൻ അവൻ്റെ ഓട്ടം ഓടട്ടെ, നിന്റെ മകൾ അവളുടെ ഓട്ടം ഓടട്ടെ. നീ പറയുന്നത് പോലെയല്ല അവൻ ഓടേണ്ടത്, അവൻ്റെ ഓട്ടം ഓടട്ടെ. നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നിന്റെ ഭാവി നിന്റെ പാസ്റ്ററല്ല നിശ്ചയിക്കേണ്ടത്, പ്രവാചകനുമല്ല കേട്ടോ. ഓട്ടക്കളം നിശ്ചയിക്കുന്നത് നീയും ദൈവമായിട്ടാണ്. ഞാൻ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയപ്പോൾ, പേര് പറയത്തില്ല, അന്നത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാൾ, നിങ്ങൾ ഊഹിക്കുന്ന ആളായിരിക്കത്തില്ല. നിങ്ങൾ ഞാൻ വിചാരിച്ചോ വാര്യാവരഞ്ഞോ? അല്ല, അദ്ദേഹമൊന്നുമല്ല കേട്ടോ. അതായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ, അല്ല ഏറ്റവും മഹാനായ പ്രവാചകൻ. ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രവാചകൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ കട്ടറായി പോയിട്ട് അവിടുത്തെ ദേവിയുടെ കാല് ചൊറിയുക, നിന്നെ ചവിട്ടി വെളിയിൽ കളമിച്ച് ഞാൻ വേറെ ആളിനെ അയക്കും. നീ ന്യൂസ് ലെറ്റർ അയക്കുന്നത് നിർത്തണം. ലില്ലിയോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിനകത്ത് എന്നും കഴുത്തേൽ ഒരു മുള്ളായിരിക്കും.
ഞാനീ പറഞ്ഞ എൻ്റെ അർത്ഥം, പ്രവാചകനല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം. അവരാരുമല്ല എൻ്റെയും ലില്ലിയുടെയും ഭാവി നിശ്ചയിച്ചത്. എൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതി അയച്ചു കൊടുത്ത് പബ്ലിഷർക്ക്. അവർ തിരിച്ചയച്ചത് അയക്കാൻ കൊള്ളത്തില്ല. ഇതെല്ലാം മുറിവാചകങ്ങളാണ്. ശരിയാ, 10ാം ക്ലാസ് എല്ലാം പഠിച്ചിട്ടുള്ളൂ. അത്ഭുതങ്ങളുടെ താക്കോൽ എത്ര കോപ്പി വിറ്റതറിയാം? 90 ലക്ഷം കോപ്പി. അല്ല സോറി, എനിക്ക് എവിടെയോ തെറ്റിപ്പോയി കേട്ടോ. എത്രയോ ആണ്, ഒത്തിരി ലക്ഷം, 1.5 ലക്ഷം, എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഇപ്പോഴെഴുതിയ പുസ്തകം 90-ലധികമായി. എൻ്റെ ആ പുസ്തകം തിരിച്ചയച്ചു തന്നവരിപ്പോൾ ചോദിക്കുന്നു ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തോട്ടെ. 90-ലധികമായി. ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ജയിലിൽ കിടന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഈ 3 സ്റ്റേറ്റിലുള്ള 100 സുവിശേഷ വേലക്കാരോട് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരിയിലാണ്. അന്ന് ഞാൻ അവരോട് പ്രസംഗിച്ചു, സ്വർഗമേ കറോഡ്പതി കൈസ ബനേഗ. ഇംഗ്ലീഷിനകത്ത് ബിക്കം എ മില്യനയർ. ഇംഗ്ലീഷ് ഹിന്ദിയിലെ പ്രസംഗമാണ്, നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കേൾക്കാം. ഹൗ ടു ബിക്കം എ മില്യനയർ ഇൻ ഹെവൻ. ഹല്ലേലൂയ. അത് പുസ്തകമാക്കുവാനാണ്. കാരണം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു നല്ല സന്ദേശമായിരുന്നു. അതുകൊണ്ട് ഞാനത് പുസ്തകമാക്കുകയാണ്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. 98-ാമത്തെയോ 92-ാമത്തെയോ കണ്ടാണ്. ഹല്ലേലൂയ. നിന്റെ ഓട്ടക്കളരിയിൽ നീ ഫോക്കസ് ചെയ്യുക. പ്രവാചകൻ പറഞ്ഞതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതൊക്കെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ അതോറിറ്റി. ദാറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ വേർഡ്. നീയും ദൈവമായിട്ടുള്ള ബന്ധം, ദൈവം നിന്നോട് സംസാരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നീ ശുശ്രൂഷയിൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കാം കേട്ടോ, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കാം. പക്ഷെ സ്റ്റെഡ് ഫാസ്റ്റ്, ഹാർഡ് വർക്ക്. നിന്റെ ശുശ്രൂഷ ദൈവം തന്നതാണ്, അവൻ പ്രസാദിക്കട്ടെ. നിന്റെ ഓട്ടം ദൈവം തന്നതാണ്, അവൻ പ്രസാദിക്കട്ടെ. ഫസ്റ്റ് ഓർ ലാസ്റ്റ്, ബട്ട് ലെറ്റ് ഇറ്റ് ബി ദ ബെസ്റ്റ്. ഫസ്റ്റ് ഓർ ലാസ്റ്റ്. നിങ്ങളൊരു പുസ്തകം എഴുതിയില്ലായിരിക്കാം, നിങ്ങളൊരു കൺവെൻഷനിലും പ്രസംഗിച്ചില്ലായിരിക്കാം. പക്ഷെ നീ ചെയ്യുന്ന ജോലി നിനക്ക് തന്നെ സന്തോഷം തോന്നണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് യേശുക്രിസ്തു ഒരു മേശ ഉണ്ടാക്കി വെക്കാൻ നോക്കുന്നുണ്ട്. അധികം പേർക്കൊന്നും മനസ്സിലാവത്തില്ല. സിനിമയുടെയൊക്കെ ക്രിറ്റിസിസം ചെയ്യുന്നവർക്ക് ക്രിറ്റിക്സിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എനിക്കത് മനസ്സിലായി. മേശ നോക്കിയിട്ട് പറയും, ഹി വാസ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹിസ് വർക്ക്. ബി സാറ്റിസ്ഫൈഡ് അറ്റ് യുവർ വർക്ക്. ഒരിക്കലും ഒരു ലേസി വർക്ക് ഉണ്ടാവരുത്, സെക്കൻഡ് ക്വാളിറ്റി വർക്ക് ഉണ്ടാവരുത്. ദ ബെസ്റ്റ്. ഹല്ലേലൂയ. മടുത്തു പോകാതെ റൺ, ഓടുക, ഫോക്കസ് ചെയ്യുക. നമ്മുടെ മുമ്പിലുള്ള ഓട്ടം ഫോക്കസ് ചെയ്ത് ഓടുക. ചിലർ വിവാഹം കഴിക്കുന്നു, 1 മാസത്തിനകം മടുപ്പ്. 29ാമത്തെ ദിവസം 1 കോടി രൂപ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടിയ ഒരുത്തൻ അവൻ്റെ ഭാര്യയെ കാലുകൊണ്ട് ചവിട്ടി വെളി കളഞ്ഞു. വണ്ടിക്കൂലി പോലും കൊടുക്കാതെ വെളി കളഞ്ഞു. മടുപ്പ്, വിവാഹം. പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് നീ ഫോക്കസ് ചെയ്യാം, നിന്റെ കുടുംബജീവിതത്തിനകത്ത്, നിന്റെ മാരീഡ് ലൈഫിനകത്ത് നീ ഫോക്കസ് ചെയ്യാമെങ്കിൽ യു ക്യാൻ ഫിനിഷ് ഇറ്റ് വെൽ. വിവാഹമോചനത്തിന് ആഗ്രഹം തോന്നിയാലും ആരോടെങ്കിലും സംസാരിക്കുകയാണോ? വിവാഹ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് ഓടാമെങ്കിൽ നീ ഫിനിഷ് ചെയ്യും നല്ലതുപോലെ. ഞാൻ ചെയ്തവനാണ്. ഓടുക, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഓട്ടം തീർന്നിട്ടില്ല കുടുംബജീവിതത്തിനകത്തെ. ഡോണ്ട് ക്വിറ്റ്. ഓട്ടത്തിൽ 1 യേശുവിൽ ഫോക്കസ് ചെയ്യുക. 2 നിന്റെ ജീവിത യാത്രയിൽ, നിന്റെ ഓട്ടത്തിൽ ഫോക്കസ് ചെയ്യുക. 3 നിന്റെ റിവാർഡിൽ, നിന്റെ പ്രതിഫലത്തിൽ ഫോക്കസ് ചെയ്യുക. ഓട്ടം അതികഠിനമായാൽ നിർത്താൻ ആഗ്രഹം തോന്നും. ഛത്തീസ്ഗഡിലുള്ളവർ, മധ്യപ്രദേശിലുള്ളവർ, ഉത്തർപ്രദേശിലുള്ളവർ, പിന്നെ പട്ടിണി കിടക്കുന്ന സ്ഥലത്തൊക്കെ. ഒരാൾ കാസർഗോഡിൽ നിന്ന് തിരികെ വന്നു, സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഒരാളാണ്. ഞാൻ എൻ്റെയൊക്കെ അദ്ദേഹത്തെ ചോദിച്ചു പറഞ്ഞ വെറുതെ തളർന്നു, നടന്ന് തളർന്നു. ആ കുന്നേലൊരു വീട്, പിന്നെ വേറൊരു വീട്ടിലൊരു വീട്. നടന്ന് അങ്ങ് തളർന്ന് ഇറങ്ങി തിരിച്ചു പോരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഓട്ടം അതികഠിനമായാൽ നിർത്താൻ ആഗ്രഹം തോന്നും. പ്രതിഫലത്തിൽ ഫോക്കസ് ചെയ്യുക. ഒരു വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ, സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുമ്പോൾ അവന് അതികഠിനമായിട്ട് ചോദിക്കും, എന്താ കാര്യം? എൻ്റെ പേരിനോടൊപ്പം ഒരു ദിവസം എഴുതി വെക്കും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു ദിവസം എഴുതി വെക്കും IAS, ഒരു ദിവസം ഫോക്കസ് ഓൺ യുവർ റിവാർഡ്. സാധാരണ BA BCom ഒക്കെ എഴുതുമ്പം പാസ്സായാലും മതി. മറ്റേതങ്ങനെയല്ല. അതികഠിനമായ
പൊസിഷന്, അതി കഠിനമായ ശോധനയ്ക്ക് അപ്പുറത്ത് അതികഠിനമായ ഒരു ഡിഗ്രി. എനിക്കും നിനക്കും വലിയ ഒരു റിവാർഡ് കിട്ടുന്നതിന് മുമ്പ് നിർത്താൻ തോന്നും, റിട്ടയർ ആവാൻ തോന്നും. 60 വയസ്സാകുമ്പോഴത്തേ മതി, ഇത്രയും നാളൊക്കെ ദൈവവേല ചെയ്തില്ലയോ, ഇനിയിപ്പോൾ ചെയ്തില്ലല്ലോ ഒന്നും കുഴപ്പമില്ല, ഇത്രയും നാൾ ഞാൻ ട്രാക്ട് കൊടുത്തില്ലയോ, ഇനി വീട്ടിൽ ഇരിക്കാം. റിട്ടയർ ആവത്തില്ല അല്ലേ? 85 വയസ്സായി. പ്ലാൻ ചെയ്യുവാണ് ഞാൻ, അടുത്ത വർഷത്തേക്കും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. റിട്ടയർ ആവരുത്. ഹല്ലേലൂയ. നിന്റെ ആരാധനയിൽ നീ റിട്ടയർ ആവരുത്, നിന്റെ ശുശ്രൂഷയിൽ നീ റിട്ടയർ ആവരുത്, നിന്റെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിൽ നീ റിട്ടയർ ആവരുത്, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നീ റിട്ടയർ ആവരുത്, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിൽ നീ റിട്ടയർ ആവരുത്. റിവാർഡ് നോക്കിയാൽ നീ നിർത്തത്തില്ല. ഒരു മന്ത്രിയുടെ ഓഫീസിൽ ചൗക്കിദാർ കാണും. ഡ്യൂട്ടി ഓഫ് സമയം കഴിയുമ്പം സാറേ ഞാൻ പോവാം. ഡ്രൈവർ കാണും, അറ്റൻഡൻറ്റ് കാണാം, സമയം കഴിയുമ്പോൾ സാറേ ഞാൻ പോകാം. ഒരു ക്ലർക്ക് കാണും, അയക്കം സമയം കഴിയുമ്പോൾ പോകാം. പക്ഷേ അയാളെ പേഴ്സണൽ സെക്രട്ടറിക്ക് പോകാനൊക്കത്തില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഫോൺ അടുക്കൽ വേണം. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഫോൺ അടുക്കൽ വേണം, ഉറക്കാനൊക്കത്തില്ല. എന്താ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത്? ഒരു ഫോക്കസ്. എൻ്റെ മന്ത്രി, എൻ്റെ യജമാനൻ ഹല്ലേലൂയ സന്തോഷിക്കണം. എന്നെ കട്ടറായിൽ നിന്ന് ഇറക്കി വിട്ടു. നാട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു ഇയാൾ പട്ടാളത്തിൽ നിന്ന് ജോലി രാജിവെച്ച് ഒന്നല്ലയോ, അതുകൊണ്ട് ഇയാളെ അടിക്കരുത്, നമ്മുടെ വീട് കാലിയാക്കാം, വേറെ ആരും വീട് കൊടുക്കരുത്. എന്നെ ഇറക്കി വിട്ടു. ഞാൻ 1 മാസത്തോളം കറങ്ങി നടന്നു. എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹം തോന്നുന്നില്ല. അലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നറിയാമല്ലോ അല്ലേ? ദുബായ് കിടക്കുന്ന ഒരു സ്ഥലം. 1000 പഞ്ചാബികളുടെ പാസ്റ്ററായിട്ട് എന്നെ വിളിച്ചു. 1000 പാസ്റ്റർ. പാസ്റ്റർ കെ എസ് ജേക്കബ് തിരുവല്ല, ചോദിച്ചു നോക്കാം. അദ്ദേഹം ഉണ്ട്, പിന്നെ വേറെ ഉണ്ട്, അനിയൻ ഉണ്ട്. ഇപ്പം അദ്ദേഹം ബഹ്റിനിലാണ്. അവരെല്ലാവരും കൂടെ എന്നെ വിളിച്ചു. 1000 പഞ്ചാബികളുടെ പാസ്റ്ററായിട്ട് വിളിച്ചു. ചിന്തിച്ചു പോലുമില്ല. വന്ന കത്ത് ഞാൻ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. കാരണം എൻ്റെ ഫോക്കസ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് കട്ടറായിലാണ്. വേറെ ആളുടെയൊക്കെ പറഞ്ഞു സാരമില്ല, ഏതാണ്ട് പത്താംകോട്ട് സുജാൻപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മുഴുവൻ വില്ലേജും ക്രിസ്ത്യാനികളുടെയാണ്. സുവിശേഷ വേലക്കാരുമില്ല, അവിടെ ഭാഷന്മാരുമില്ല, ഒരു പള്ളിയുണ്ട്. പോന്നു. ഞാൻ ചിന്തിച്ചു പോലുമില്ല. കാരണം എൻ്റെ ഫോക്കസ്, ദൈവം എന്നെ ഏൽപ്പിച്ച എൻ്റെ സ്ഥലം കട്ര. ഹല്ലേലൂയ. കട്രായിലെ ഓരോ ചുവട്ടടിയിലും എൻ്റെ ഒരു തുള്ളി കണ്ണുനീരും എൻ്റെ ഒരു തുള്ളി വേർപ്പും വേണ്ടിട്ടുണ്ട്. ധൈര്യപൂർവ്വം പറയുകയാണ്. അതിനാൽ അതുകൊണ്ടെന്ന് പറ്റിയറിയാം. എൻ്റെ ഫോക്കസ് മാറാതെ ഇരുന്നത് കാരണം ഇന്നവിടെ 5 സഭയുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ക്രിസ്ത്യാനിയില്ല. ഇന്നവിടെ 5 സഭകളുണ്ട്. ഞങ്ങളുടെ സഭയിൽ 252 പേരുണ്ട്. ഞങ്ങളുടെ സഭയാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ സഭയെന്നാണ് എൻ്റെ വിചാരം. ബാക്കി 4 സഭകൾ, 4 വശത്തും 22 സഭകൾ, 4 വശത്തും കട്ടറായ്ക്ക് ചുറ്റും. ഞാൻ എൻ്റെ ലക്ഷ്യം, ഞാൻ എന്നെ പുകഴ്ത്തിപ്പറയുകയല്ല, ആരാണ്ടെയൊക്കെ എൻകറേജ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിന്റെ റിവാർഡ് നോക്കിയില്ലെങ്കിൽ ശുശ്രൂഷ മല ചുമക്കുന്നത് പോലെ ഇരിക്കും. എന്താണ് റിവാർഡ്? പറയാം. ഒരു കിരീടം സ്വർഗത്തിൽ കിട്ടുന്നതാണോ? അങ്ങനെ നമ്മൾ പാട്ടുപാടി. വെള്ളവസ്ത്രം കിട്ടുന്നതാണോ? പാട്ടുപാടി. യേശുവിൻ്റെ തൃപ്പാദത്തിൽ ഇരിക്കുന്നതാണോ? അവന് തൊട്ടുമുട്ടിയിരിക്കുന്നതാണോ? അതൊക്കെ നോക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ നോട്ടം ഇതൊന്നുമല്ല. ഞാനിവിടെ ജീവിച്ച് കഷ്ടപ്പെട്ടാലും, കട്രായിൽ നിന്ന് ഇറക്കി വിട്ടാലും, പട്ടിണി കിടന്നാലും, എൻ്റെ ഭാര്യ റോഡിൽ കൂടെ കീറിയ ബ്ലൗസ് വിട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എൻ്റെ കൊച്ചനെ ഫീസ് കൊടുക്കാഞ്ഞിട്ട് ഡൽഹി സ്കൂളിൽ എഴുന്നേറ്റ് നിൽപ്പിച്ചാലും തലമുടി വെട്ടിക്കാൻ പൈസ ഇല്ല. കിരീടം വേണോ? തന്നാലും ഒക്കെ, തന്നില്ലേലും ഒക്കെ. വെള്ളവസ്ത്രം ഉണ്ടോ? കിട്ടിയാലും ഒക്കെ, കിട്ടിയില്ലേലും ഒക്കെ. പക്ഷെ എനിക്കൊരൊറ്റ ലക്ഷ്യം, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരണം. അവൻ്റെ മുഖത്തെ സംതൃപ്തി കാണണം. യാക്കോബ് ലാബാന്റെ വീട്ടിൽ വേല ചെയ്തു. 7 + 7 വർഷം. എങ്ങനെ ഇത്രയും നാളും കഠിനവേല ചെയ്തു? പിന്നെയും ചെയ്തു. അവന് ഒരു റിവാർഡ് നോട്ടം ഉണ്ടായിരുന്നു. എന്തുവാ? ഞാൻ സ്നേഹിക്കുന്ന റാഹേലിനെ കിട്ടണം. 7 വർഷം കഴിഞ്ഞപ്പോൾ ചതിക്കപ്പെട്ടു. എന്നിട്ടോ ഇതാ 29-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, യാക്കോബ് റാഹേലിനെ സ്നേഹിക്കുകൊണ്ട് അത് അവന് അല്പകാലം പോലും അവന് റിവാർഡ്.
എൻ്റെയും നിൻ്റെയും നോട്ടം നമ്മുടെ റിവാർഡിലായിരിക്കട്ടെ. എന്തായിരിക്കണം റിവാർഡ്? അവൻ്റെ മുഖത്തെ പുഞ്ചിരി, അവൻ്റെ മുഖത്തെ സംതൃപ്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്ക് കിട്ടിയിട്ട് യാക്കോബ് നിർത്തിയില്ല. കാരണം എൻ്റെ റിവാർഡ് എനിക്ക് വേണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് ചില നൊന്താലും വേണ്ടിയില്ല, ഓടിയാലും വേണ്ടിയില്ല. ഹല്ലേലൂയ. എൻ്റെ വീടിന് ആരെങ്കിലും ഒക്കെ തീയിട്ടാലും, ഞങ്ങൾ വടക്കേന്ത്യയിലെ കാര്യം പറയാണ് കേട്ടോ, എൻ്റെ വീടിന് തീയിട്ടാലും പൗലോസ് റോമിലെ കൊട്ടാരത്തിൽ സഭ സ്ഥാപിക്കണമെന്നുള്ളത് അവൻ്റെ ഫോക്കസ് ആയിരുന്നു. തല പോയാലും വേണ്ടിയില്ല, റോമിലെ കൊട്ടാരത്തിൽ സഭ സ്ഥാപിക്കണം. യേശു ക്രൂശ് ഭാരം വഹിച്ചു, അതിവേദന, അടി എണ്ണമില്ലാതെ കൊണ്ട്. ചിലർ പറയും 39 അല്ല, അത് യഹൂദന്മാർക്കാണ്. റോമക്കാർക്ക് അങ്ങനല്ല. മരിക്കാറാവുന്നത് മരിക്കരുത്, അതുകൊണ്ട് അടിച്ച് ആ അടി കൊണ്ട ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ആ കുരിശിൻ്റെ തടി, അയ്യോ അതിവേദന. പക്ഷേ അവൻ്റെ ഫോക്കസ് എന്തായിരുന്നു? എൻ്റെ സ്വർഗം നിറയ്ക്കണം. എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് സ്വർഗം നിറയ്ക്കാനാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെയും വിവാഹത്തിന് ഹല്ലേലൂയ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. റിവാർഡ് എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ഞാൻ വളർത്തിയെടുക്കും. ബിസിനസ്സിനകത്ത് എന്താണ് റിവാർഡ്? എനിക്ക് ലാഭമുണ്ടാക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചരിതിച്ചു വയ്ക്കും. പീഡനം സഹിക്കുന്ന വിശ്വാസികളെ, പാസ്റ്റർമാരെ ഞാൻ പറയട്ടെ, ദൈവദാസന്മാരെ പറയട്ടെ, സഭ കർത്താവിൻ്റെ മുഖത്ത് സംതൃപ്തി വരണം. കുറേനക്കാരൻ ശിമയോൻ, നിങ്ങൾ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പല പ്രാവശ്യം കണ്ടുണ്ട്. എൻ്റെ വിചാരം ഒരു 10 പ്രാവശ്യമെങ്കിലും, ഒരു 4-5 പ്രാവശ്യം ഞാൻ ആ സിനിമ മുഴുവൻ കണ്ടു. എന്നാൽ അതിൽ 4-5 പ്രാവശ്യം ഞാൻ ആ കുറേനക്കാരൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുന്നത് മാത്രം കണ്ടു. അവൻ പറയുന്ന കാര്യമുണ്ട്, യേശുവിൻ്റെ കാൽ എ ലിറ്റിൽ മോർ ഡിസ്റ്റൻസ്, ഇറ്റ്സ് നോട്ട് ടു ഫാർ. എനിക്ക് ഒരാഗ്രഹം ആ കുറേനക്കാരനായി തീരുവാൻ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ കൊണ്ടെത്തിക്കുവാൻ. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ വടക്കേന്ത്യയിൽ നിന്ന് നിരാശരായിട്ടുണ്ടോ? അതോ തിരികെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ, വടക്കേന്ത്യയിലെ പീഡന അസഹനീയമാണ്. എനിക്കറിയാം, പേടിപ്പെടുന്ന എനിക്കറിയാം. ഹല്ലേലൂയ. ആ സമയത്തായിരിക്കും തിരുവല്ലായിലുള്ള 72 പേരുടെ ഒരു സഭ തരുന്നത്. ഹല്ലേലൂയ. പക്ഷെ ലുക്ക് അറ്റ് യുവർ റിവാർഡ്. അത് തിരുവല്ലായിലല്ല, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന UP-യിൽ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർണാടകത്തിൽ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രാമത്തിൽ, അവിടെയാണ്. ഹല്ലേലൂയ. അവിടെ ഫോക്കസ് ചെയ്യുക. ബീഹാറിലോ ഛത്തീസ്ഗഡിലെ അതിക്രൂരമായ പീഡനം, ആ സമയത്തായിരിക്കും പെങ്ങൾ അമേരിക്കയിൽ നിന്ന് എഴുതുന്നത്, ഇനി പോരാ. കാനഡയിലെ സഹോദരൻ എഴുതുന്ന, ഇങ്ങോട്ട് പോരാ. ഹല്ലേലൂയ. ലുക്ക് അറ്റ് ദ റിവാർഡ്. സ്വർഗത്തിലെ കിരീടത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ്റെ പുഞ്ചിരി, അവൻ്റെ സംതൃപ്തി നിന്റെ ഫോക്കസ് ആയിരിക്കട്ടെ. നിങ്ങളുടെ ഫോക്കസ് പ്രതിഫലത്തിൽ ഒരു സംഭവ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇംഗ്ലണ്ടുകാരനായ ഒരു മനുഷ്യൻ, ബ്രിട്ടീഷുകാരനാണ്, പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നത് ആഫ്രിക്കക്കാരനാണ്, ആഫ്രിക്കൻ ഒറിജിൻ, പക്ഷെ ജീവിച്ചത് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡെറിക് റെഡ്മോണ്ട്. വെബ് പേജിൽ കാണാം. നിങ്ങൾക്ക് ചിലപ്പം ഇതിൻ്റെ അവസാനം മാത്യു ഉമ്മൻ സാറ് അത് കാണിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു വീഡിയോ കട്ടിങ്. ഹല്ലേലൂയ. അദ്ദേഹം ഒളിമ്പിക്സിൽ ഓടാനായിട്ട് പോയി. ബാർസലോണയിലെ ഒളിമ്പിക്സിൽ ഓടാനായിട്ട് പോയി. 400 മീറ്റർ ഓട്ടമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഫസ്റ്റ് വാങ്ങിക്കും തീർച്ചയായിട്ടും. അദ്ദേഹം ഓടിത്തുടങ്ങി. സെമി ഫൈനലാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ്. 250 മീറ്റർ കഴിഞ്ഞപ്പോൾ, 150 മീറ്ററിന് മുമ്പ് കാലിലെ ഒരു മസിൽ പൊട്ടി. അദ്ദേഹം താഴെ വീണു. അതിവേദന സഹിക്കാൻ വയ്യ. പക്ഷെ ഡെറിക്ക് താഴെ വീണ് കിടക്കാൻ വിസമ്മതിച്ചു. എഴുന്നേറ്റ് ഞൊണ്ടി ഒരു കാലിൽ ഓടി അതിവേദനയിൽ നിലവിളിച്ചുകൊണ്ട് നടന്നു. കൂടെ ഓടിയവർ ഫിനിഷ് ലൈനിൽ ഓടിക്കയറുന്നത് ഡെറിക് കണ്ടു. ഡെറിക് ഓട്ടം നിർത്താനോ ഇല്ല. അദ്ദേഹത്തെ പൊക്കിയെടുക്കാൻ വന്ന സ്ട്രെച്ചറിൽ കിടക്കാനോ അദ്ദേഹം വിസമ്മതിച്ചു. പകരം നിലവിളിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, ഞൊണ്ടി ഒറ്റക്കാലിൽ മുന്നോട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ ജിം റെഡ്മോണ്ട് കൂടി വന്നിരുന്ന കാഴ്ചക്കാരെ തള്ളി മാറ്റി മകൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. അവൻ്റെ കൈ തൻ്റെ തോളിലോട്ട് ഇട്ടിട്ട് കരഞ്ഞ് അതിവേദനയിൽ പുളഞ്ഞ്
ഒറ്റക്കാലിൽ ചാടി നടക്കുന്ന മകനോടൊപ്പം നടന്ന ഫിനിഷ് ലൈൻ കടന്നു. ഞാൻ ഈ വീഡിയോ ക്ലിപ്പിംഗ് എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മെസ്സേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഞാൻ കരഞ്ഞു. ഡെറിക്കിന് മെഡൽ കിട്ടിയില്ല. ഒരു കടലാസിൽ ആരെങ്കിലും അനുമോദന വാചനം എഴുതി കൊടുത്തില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന 65,000 പേർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചോ ഏറെ നേരം. ഞാനും നീയും നമ്മുടെ ഫോക്കസ് വിടാതെ ഫിനിഷ് ലൈനിലേക്ക് നടക്കാമെങ്കിൽ, ഞൊണ്ടിയാണെങ്കിലും നിലവിളിച്ചുകൊണ്ടാണെങ്കിലും, കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകിപ്പോയാലും നിർത്താതെ ഫിനിഷ് ലൈനിലേക്ക് ഓടിയാൽ സ്വർഗത്തിലെത്തുമ്പം കർത്താവിൻ്റെ മുഖത്തെ പുഞ്ചിരി കാണാം. ആരാണ് ഈ കഥയിലെ ഹീറോ? മകനാണോ അതോ അപ്പനാണോ? ഞാൻ ആ മകനാണ്. നൊന്താലും അതിവേദനയായാലും ഓട്ടം നിർത്താതെ ഞൊണ്ടിയാലും ഒറ്റക്കാലിൽ ചാടി ചാടി പോകേണ്ടി വന്നാലും ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഞാൻ കാണുന്നു എൻ്റെ അപ്പനെ, എൻ്റെ ഓട്ടം തികയ്ക്കാൻ ഇറങ്ങി വന്ന എന്നോടൊപ്പം നടക്കുന്ന അപ്പനെ, ഫിനിഷ് ലൈനിലേക്ക് കൂടെ നടക്കുന്ന അപ്പനെ. ആരെങ്കിലും ഞൊണ്ടി നടക്കുകയാണോ? വേദനയിലാണോ? ദുഃഖത്തിലാണോ? കരച്ചിലാണോ? വേദന അസഹനീയമാണോ? ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, നീ എനിക്ക് തന്ന സന്ദേശത്തിൻ്റെ പകുതി ഞാൻ പ്രസംഗിച്ചു. ബാക്കി ഞാൻ ടേപ്പ് ചെയ്യും. ഈ പ്രിയപ്പെട്ടവരിൽ ആരൊക്കെയാണോ അതിദുഃഖത്തിനകത്ത്, അതിവേദനയിലായിരിക്കുന്നത്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ഡെറിക് റെഡ്മോണ്ട് ഓടിയതുപോലെ ഞങ്ങളുടെ ഓട്ടം ഫിനിഷ് ലൈനിൽ നിർത്തുവാൻ, എത്തിച്ചേർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇടയ്ക്ക് നിർത്താതെ, വീണുപോയാലും എഴുന്നേറ്റ് സ്ട്രെച്ചറിൽ കിടക്കാതെ, റിട്ടയർ ആവാതെ മുമ്പോട്ടോടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഇവരെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും നിരാശരാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, ദുഃഖത്തിലാണെങ്കിൽ, കണ്ണുനീരിലാണെങ്കിൽ നീ അവരെ ആശ്വസിപ്പിക്കണമേ. ഈ സന്ദേശം അവർക്ക് ഉത്തേജനം കൊടുക്കട്ടെ. അവർ ഫോക്കസ് ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവിൽ, ഓട്ടത്തിൽ, റിവാർഡിൽ ഫോക്കസ് ചെയ്ത ഓട്ടം പതുക്കെയാണെങ്കിലും ഞൊണ്ടിയാണെങ്കിലും നടക്കണമേ. ആ സമയത്ത് അപ്പച്ച നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നീ അവരെ പിടിച്ച് തോളോട് ചേർത്ത് അവരെ നടക്കുവാൻ സഹായിക്കണമേ. ഫിനിഷ് ലൈനിലെത്തുവാൻ സഹായിക്കണമേ. എന്നെയും സഹായിക്കണമേ. ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ.